ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തിൻ്റെ തൈയാണെന്നുള്ളത്? ഈ പൂ കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് എന്തിൻ്റെ പൂവാണെന്ന്? ചിലർക്കെങ്കിലും ഈ തൈയും പൂവും കണ്ടപ്പോൾ മനസ്സിലായിക്കാണ് ഇത് എന്താണെന്നുള്ളത്. ഇത് സിൽഡാർക്ക് ചെറിയാണ് കേട്ടോ. ചിലർ ഇതിന് ബ്ലാക്ക് സുർനാൻ ചെറി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ സിൽഡാർക്ക് ചെറി എന്ന് പറഞ്ഞാണ് ഇത് വാങ്ങി വെച്ചത് കേട്ടോ. സുർനാൻ ചെറി എന്ന് പറഞ്ഞാൽ നല്ല പുളിപ്പുള്ളതാണ്, ഇത്രയും കളറും വരത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറിലുള്ള നിറയെ പഴങ്ങളുമായിട്ട് നിറയെ പൂക്കളുണ്ട് ഇത് കേട്ടോ. പൂക്കുന്ന സമയത്ത് നിറച്ചും പൂവായിരിക്കും. മിക്കവാറും പൂക്കളൊക്കെ കായാവുകയും ചെയ്യും. അതുപോലെ പൂക്കുന്നതും കായ്ക്കുന്നതുമാണ്, നല്ല ടേസ്റ്റ് ഉള്ളതുമാണ് കേട്ടോ. ഇത് കണ്ട, ഇതൊരു പകുതി ആയതേ ഉള്ളൂ കേട്ടോ. പകുതി ആയപ്പോൾ ഈ ഒരു കളറ് വന്നു. എന്നാൽ ഇതിൻ്റെ കറക്റ്റ് കളർ എന്ന് പറയുന്നത് ഈ കളറാണ് കേട്ടോ. ഇത്രയും ബ്ലാക്ക് ആയതിനു ശേഷം മാത്രമേ ഇത് പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ. ഇതിന് ഏകദേശം ഒരുവിധം വലിപ്പമുള്ള കുരു തന്നെയാണ് ഇതിനകത്തുള്ളത്, എന്നാൽ നല്ല ജ്യൂസിയാണ് കേട്ടോ. നമ്മളിത് പറിച്ചെടുക്കുമ്പോൾ ഈ മൽബറി പഴമൊക്കെ പറിക്കുന്ന പോലെ നമ്മുടെ കയ്യിലൊക്കെ നല്ല കളറ് വരും. നിറച്ച് കായ്ക്കുന്നതും നിറച്ച് പൂത്ത് കായ്ക്കുന്ന ഒരു ചെടിയാണിത്. ഞാനിത് പറയാൻ കാര്യമേ, ഞാനിത് വാങ്ങി വെച്ചത് 280 രൂപ കൊടുത്താൽ ഇതിൻ്റെ ഒരു തൈ വാങ്ങിയത് കേട്ടോ. കാര്യം ഒത്തിരി എടുത്ത് ഞാൻ തിരക്കി എനിക്ക് കിട്ടിയതാണ് ഇതിൻ്റെ തൈ. പക്ഷെ ഞാൻ എൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു 280 തന്നെയാണെന്ന് പറഞ്ഞു. ഇത് ചെറിയൊരു തൈ, വലിപ്പമുള്ളതല്ല, തീരെ ചെറിയൊരു തൈക്കാണ് 280 രൂപ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത്രയും വില കൊടുത്താകുമ്പോൾ ഇതിൻ്റെ തൈ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്രയും റേറ്റ് എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ അങ്ങനെയല്ല, ഇതിൽ എത്രയും കായ ഉണ്ടാകുന്നോ അത്രയും തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. നിറച്ചും കായ ഉണ്ടെന്ന് വരില്ല, അത്രയും കായും അതിൻ്റെ കഴിച്ചതിന് ശേഷമുള്ള കുരു കുഴിച്ചിടാമെങ്കിൽ അത്രയും തന്നെ തൈ ഉണ്ടാകുന്നതാണ്. അപ്പം നഴ്സറിക്കാർക്കൊക്കെ ഇതിൻ്റെ കുരു ഇട്ട് കിളിപ്പിച്ച് 280 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നല്ല ലാഭം കിട്ടുന്ന ഒരു ചെടിയാണ് ഈ സുർനാൻ ചെറി കേട്ടോ. അതായത് ബ്ലാക്ക് സുർനാൻ ചെറി. അപ്പം ചെറി വർഗ്ഗങ്ങളൊക്കെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണല്ലേ. അപ്പം നമ്മൾ ചെറിയെന്ന് കേൾക്കുമ്പോൾ തന്നെ വാങ്ങി വയ്ക്കാറുമുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിയുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആകട്ടെ. നമ്മളതിന് ചോട്ടിൽ നിന്ന് പറിച്ച് തിന്നുപോകും, അതുപോലെ ടേസ്റ്റ് ഉള്ളതാണ്. കഴിച്ചതിന് ശേഷം ഞാൻ ചുമ്മാതെ ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ, അവിടെയൊക്കെ ചുമ്മാതെ എന്തെങ്കിലും കുഴിച്ച് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിലോട്ടൊക്കെ എൻ്റെ കുരു ഇട്ടാണ്ടല്ലോ എല്ലാം തൈയായിട്ട് മാറും. ഇഷ്ടംപോലെ തൈ നിൽക്കുവാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. ഇങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പ്ലാന്റാണിത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.